അതിനു വേണ്ടിയാ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് മുഴുവനും. പക്ഷെ അമ്മ ശരിക്കും കണ്ടോ? അത്രയെങ്കിലും കാരുണ്യം ദൈവം കാണിച്ചല്ലോ. ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി തന്നല്ലോ. കൊണ്ടുപോയിരിക്കുന്നവരുടെ രീതികള് കണക്ക് കൂട്ടലുകൾക്കപ്പുറമാ. അതാ ആകെ കൺഫ്യൂഷൻ ആവുന്നു. ചിലപ്പോ അമ്മയും ഞാനും തമ്മില് കണ്ടുമുട്ടാനുള്ള സമയം ഈശ്വരൻ ഇനിയും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കരുതാനല്ലേ പറ്റുമല്ലേ? എന്തായാലും പോലീസിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോം മിനിസ്റ്റർക്ക് മെയിലും കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ഒന്നുകൂടി ഊർജ്ജസ്വലമായി നടക്കും. കൂട്ടത്തില് ഞങ്ങളുടെ അന്വേഷണം. ചേച്ചിയുടെ കണ്ണ് വേദനിക്കുന്നുണ്ട് എപ്പോഴും. അത് സാരമില്ല. കൺമുമ്പിൽ വെച്ച് ഇത്രയും വലിയ നഷ്ടം ഉണ്ടായതാ. എല്ലാരും അന്വേഷിക്കില്ലേ? ചേച്ചി തന്നെ അമ്മയെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി തന്നെ എന്റെ അമ്മയെ കൺമുൻപിൽ കൊണ്ടു നിർത്തും. പണ്ടത്തെ പോലെ വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് കരയാൻ പറ്റില്ല. എപ്പോഴും ജോലിയല്ലേ, ജോലി എടുക്കുമ്പോ കരയാനേ പറ്റൂ. എന്തായി കാണിക്കുന്നേ? ശ്വാസം മുട്ടുന്നു. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എനിക്ക് ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ട്. ആരാ നീ? ചോദിച്ചു കേട്ടില്ല. ആരാ നീ? ആരോ ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലെന്ന് കരുതിയോടാ നീ? ഇനി നീ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കൊന്ന് കാണണം. ചെയ്യരുത്. ഇക്കാര്യം മറ്റുള്ളവരാരെങ്കിലും അറിഞ്ഞ നിന്റെ മറ്റേ കൈയും കാലും ഞാൻ എടുക്കും കേട്ടോ. നിനക്കെന്റെ പെണ്ണിനെ തുടർന്ന മലടാ. അമ്മേ, 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 അയ്യോ, അയ്യോ, അമ്മേ, അയ്യോ, അമ്മേ, അമ്മേ, അയ്യോ, 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 മോനെ, അമ്മേ, അയ്യോ, മോനെ, അമ്മ, അയ്യോ. താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ താനീ കാണിക്കുന്നേ? എഴുന്നേറ്റ്. വേണ്ട വരും, കുറച്ചേരം ഇവിടെ ഇരുന്നോട്ടെ. എടോ, കാര്യം പറ എന്താണെന്ന്. അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാ. മുറിയിലിരുന്നാലും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. വരണൊന്ന് കണ്ണടയ്ക്കാനോ ഉറങ്ങാനോ പറ്റില്ല. താൻ കരയുമ്പോ ഉറങ്ങണമെന്ന് നിർബന്ധമുള്ള ആളാണോ ഞാൻ? അതെന്ത് മനസ്സിലാക്കലാടോ? എനിക്ക് മനസ്സിലാവുന്നില്ല വരും. വിരൽത്തുമ്പിന്റെ അച്ഛൻ വരെ എത്തിയിട്ടും ഒരു തവണ ഇപ്പൊ ആർദ്ദിച്ചിട്ട് കയ്യിൽ നിന്ന് വീണ്ടും
അമ്മയുടെ അന്വേഷണത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു, സംസ്ഥാനം നിറയെ പോലീസ് അന്വേഷണം നടക്കുന്നു, എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്താ അമ്മ തിരിച്ചു വരാത്ത? ഇന്ന് എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റാത്ത? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എടോ, കാണാതെ പോയവരെ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു വിവരം പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട്. എടോ, നമുക്കിവിടെ തളരാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇത്രയൊക്കെ ആയിട്ടും എന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് മനസ്സിന് ധൈര്യം കൊടുക്കുന്നതാ. താൻ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, തന്റെ മനസ്സിലും തന്റെ അമ്മയുടെ മനസ്സിലും പൊതുവായിട്ട് ഒരു കാര്യമുള്ളത് ഭഗവാൻ കൃഷ്ണനോടുള്ള ഒരു ഭക്തി. അത് തോറ്റുപോകുന്ന ഒന്നാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോടോ? ആ, കാണാമറയത്ത് എവിടെയെങ്കിലും ഇരുന്ന് ആ അമ്മ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. തന്റെ മനസ്സിൽ ഓരോ നിമിഷവും അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതങ്ങനെ തട്ടിക്കളയലടോ. ഞാൻ ഉറപ്പാ പറയുന്നേ. എന്തായാലും കഴിച്ചോ? ദേ, കള്ളം പറയുമ്പോഴേ എന്തെങ്കിലും പെട്ടെന്ന് മറുപടി ഉണ്ടാവുക. ഇന്ന് മേലാൽ ആ കള്ളം ഇങ്ങോട്ട് വേണ്ട. കുറച്ചെന്തെങ്കിലും കഴിച്ചേക്കാം. വരുൺ വേണ്ട. രണ്ട് പിടി. ഞാൻ വയ്യാതിരിക്കുമ്പോ എന്നെ നിർബന്ധിക്കാറില്ലേ? അതുപോലെ. ശരി, ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, അവിടെ ഇരിക്കും. അതേ, എന്റെ പെണ്ണിന് എന്തെങ്കിലും വന്നാൽ നോക്കാനായിട്ട് എനിക്കറിയണ്ടേ? അവിടെ ഇരിക്കും.